മക്കളെ, ഇന്ന് ജൂൺ 26. ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് നമ്മൾ ലഹരിക്കെതിരെ കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട പരിപാടി നോക്കുക. ഞാനൊന്ന് വായിച്ചേ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ്. കുറേ തിരക്കുകൾക്കുള്ളിലാണ് അദ്ദേഹം വരുന്നത്. കൃഷ്ണ, അദ്ദേഹം സുജിത് സാർ, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കേട്ടോ. എല്ലാവർക്കും ലഹരിയെ പറ്റി എന്താ അറിയാം. പക്ഷെ ലഹരി കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ കഥ പറയും. എല്ലാം റെഡിയല്ലേ? നിനക്കെന്താ പറ്റിയത്? വിളിയായിട്ട് ഞാൻ മടുത്തു. അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട സെലക്ഷൻ വാങ്ങിയായിരുന്നു. നീ അതൊക്കെ വിട്. ഇതെന്താ വരുന്നേട്ടം നന്നോ? നിന്നെ തള്ളേനിട്ടിട്ട് അവിടെ കെട്ടിടാൻ സ്വത്ത് വായിച്ചതാ. അതാത് കിട്ടിയത് നീക്ക് ചെലവിന് ഞാൻ തവണ ഇതെടുത്താൽ എല്ലാം ശരിയാവും എന്നാ വരുന്നേട്ടൻ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? നീ ഹോംവർക്ക് ചെയ്തില്ല? ടീച്ചർ ഞാനുണ്ടാവും കേട്ടോ. ഇത് പന്തലിന് ഞാൻ കാണിച്ചിരുന്നോ? നോട്ടൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. നീക്കേ മുമ്പിൽ പോയി നിനക്കെങ്കിലും അവനെ ഒന്ന് സഹായിച്ചൂടെ? ബുദ്ധിമോശം കൊണ്ട് എനിക്ക് പറ്റിയ തെറ്റാ. ഒന്നാമത് ടീച്ചർക്കിടയിൽ സംസാരം. ഇത് കഴിഞ്ഞു പിടിച്ച കേസാടാ. ഇത് നിനക്ക് മാത്രമല്ല അറിയൂ. നീ എങ്ങാനും ടീച്ചറോട് പറഞ്ഞ് കേസാക്കിയ ഒന്നും കളയുന്നു. കൃഷ്ണ, അവനാ സ്റ്റാഫ് ഞാൻ കണ്ടതാ. അവനെന്തോ ഒളിപ്പിക്കുന്നുണ്ട്. നീ ഒന്ന് സൂക്ഷിച്ചേക്കും. നീയൊന്നും പറയണ്ട. ടീച്ചർ വിളിച്ചാൽ ഞാനുണ്ടാവും കേട്ടോ. നീ ടീച്ചറോട് പോയി പറയടാ. പറയടാ. നമ്മുടെ ക്ലാസ് റെയ്ഡ് ഇന്ന് എക്സൈസിന്റെ റെയ്ഡ് ഉണ്ട്. എല്ലാവരുടെ ബാഗും സാധനങ്ങളൊക്കെ പോയി ചെക്ക് ചെയ്തേ. വരുൺ എക്സൈസ് നോക്കി. നമ്മുടെ സ്കൂളിൽ എല്ലാവരുടെയും ബാഗും സാധനങ്ങളൊക്കെ ടീച്ചർമാർ ചെക്ക് ചെയ്യാ. ഇങ്ങനെ ടീച്ചർ അന്വേഷിക്കുന്നുണ്ട്. നീ എവിടെയായിരുന്നു? നിന്റെ ഫുട്ബോൾ അക്കാഡമിയുടെ പൈസയും കോപ്പൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അമ്മ കൊടുത്ത പൈസയാണ്. പിന്നെ തന്തേന്ന് പറഞ്ഞ് നടക്കുന്ന അയാളെ നീ വിട്ടേക്ക്. നിന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു അമ്മ നിന്റെ വീട്ടിലുണ്ട്. നീയും ഇത്രക്ക് കിട്ടിയിട്ട് നിനക്ക് ഇത് വേണമെങ്കിൽ എടുത്തോ. നമ്മളൊക്കെ പല പത്രവാർത്തകളിലൊക്കെ സ്ഥിരം കേൾക്കുന്നില്ലേ? 14 വയസ്സുള്ള കുട്ടി അമ്മയെ തലക്കടിച്ചു. ഇങ്ങനെ ഇത്രയും വയലൻസിനൊക്കെ കാരണം നിങ്ങളുടെ ഇടയിലുണ്ടോ ശ്രീനിയും കൃഷ്ണന് അറിയാലോ, നമുക്ക് ഫുട്ബോൾ ആയാലും ലഹരി. അതുപോലെ നമ്മളുടെ ഇടയിലും നമുക്ക് കഴിവുള്ളത് അതാകണമെന്നില്ല. ജീവിതമാണ് നമുക്ക് ലഹരി. സാറേ, കൃഷ്ണൻ പിന്നെ ശ്രീനിയെ കണ്ടു. അതിലാരോ
അതിലാരോ ആരാരോ. സ്കൂൾ വിട്ട് പോകാൻ തോന്നിയില്ല. ഞാൻ വലുതായിട്ട് ഇവിടെ തെറ്റാൻ പോകും. സുജിത് കൃഷ്ണ അതിലാരോ ആരാരോ നിറദീപം ചാർത്തും. വേണ്ടെന്ന് വെക്കാം വേണ്ടപ്പെട്ടവർക്കായി. സേ നോ ടു ഡ്രഗ്സ്.